ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ മുന്നിൽ ഇന്ന് കാണുന്ന ഫ്യൂച്ചർ സ്റ്റാർസിനോടൊപ്പം അവരെ നയിച്ചുകൊണ്ടിരിക്കുക അവരുടെ ആദരണീയരായ അധ്യാപകരെ, അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഭാവിയിലെ താരകങ്ങളായ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു വികാരത്തെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് പലവിധ തിരക്കുകൾ മൂലം പൊതുപരിപാടികളിൽ വളരെ കുറച്ച് പറഞ്ഞാൽ ഈ വർഷത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പൊതുപരിപാടിയാണ്. 2022 രണ്ടോ മൂന്നോ പൊതുപരിപാടികൾ മാത്രമേ ഞാൻ പങ്കെടുത്തു. അതിനു മുമ്പ് പലപ്പോഴും ഞാൻ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുമായിരുന്നു. പല സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, അതുപോലെ യൂത്തിൻ്റെ സംഘടനകളിലേക്ക് ഒക്കെ ക്ഷണിക്കാറുണ്ട്, കോളേജുകളിലേക്ക്. പക്ഷേ ഈ വർഷം പലവിധ കാരണങ്ങൾ കൊണ്ട് ഞാൻ യാത്ര ചെയ്ത പരിപാടികളെല്ലാം ഒഴിവാക്കിയത്. പക്ഷേ ഒരൊറ്റ സംഭാഷണത്തിലൂടെ ഞാൻ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ് എന്നെ തോന്നിപ്പിച്ച ഒരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA എന്നെ വിളിച്ച് ഇതിനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞങ്ങൾ ഇന്നാണ് ആദ്യമായിട്ട് കണ്ടുകൊണ്ടത്. ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരേ ഒരു തവണ എന്നോട് ഫോണിൽ പോയി സംസാരിച്ചു, അത് ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ വാർത്തകളിൽ നടന്നു നിൽക്കുന്നതായി, അനാവശ്യ വിവാദങ്ങളിൽ നടന്നു നിൽക്കുന്നതായി, ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണഗതിയിൽ ഇതുവരെ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ നടന്നു നിൽക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ തന്റെ നിയോജകമണ്ഡലത്തിൽ അടുത്തൊരു തലമുറയിലെ ഫ്യൂച്ചർ സ്റ്റാർസ്, ഭാവിയിലെ താരങ്ങളാകാൻ പോകുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു പരിശീലനം നൽകി അവരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച് ഈ നാടിന് അഭിമാനമായ പ്രതിഭകളാക്കി അടുത്ത 10-20 വർഷത്തിന് ശേഷം മാറ്റിയെടുക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചു ഒരു MLA എന്ന് കേട്ടപ്പോൾ അത് കേരളത്തിൽ അധികം നടക്കാത്ത ഒരു കാര്യമാണെന്ന്. ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഞാനും ഉണ്ടാവണം എന്ന് ഞാൻ തീരുമാനിക്കുക. കാരണം രാഷ്ട്രീയം എങ്ങനെയാ പോകാൻ നമുക്കറിയില്ല. നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ പലപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കാണുകയും അടുത്ത ലെവലിലൊക്കെ ചെയ്യുന്നതാണ്. ബഹുഭൂരിപക്ഷം പേരും തൻ്റെ ഒരു ടെനുവർ 5 വർഷത്തേക്ക് MLA ആവുക, അല്ലെങ്കിൽ പിന്നീട് അടുത്ത 5 വർഷം, പിന്നീട് 5 വർഷം, ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജനങ്ങളെ പ്ലീസ് ചെയ്യാം, സുഖിപ്പിക്കാം, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ, എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ തൻ്റെ കാലഘട്ടം കഴിഞ്ഞും തൻ്റെ ജീവിതകാലം കഴിഞ്ഞും പോലും ഈ നാട്ടിൽ ഉണ്ടാവേണ്ട ഒരു വലിയ മാറ്റത്തെ മുൻകൂട്ടി കാണുക, അതിനുവേണ്ടി നിസ്വാർത്ഥമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നത് തീർച്ചയായും ഒരു വലിയ മനസ്സിന് മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ വേദിയിലെത്തിക്കൊണ്ട് ഭംഗിവാക്ക് പറയുന്നത്, ഞാൻ സാധാരണ ഭംഗിവാക്കുകളെക്കാൾ വിമർശനങ്ങൾ എൻ്റെ പരിപാടിയിലൂടെ നടത്തുന്ന ഒരാളാണ്. അപൂർവമായി മാത്രമേ എനിക്ക് ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ നല്ലത് കൂടുതലായും രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ഗുരുതരമായി സംശയമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന്, അദ്ദേഹം തുടർക്കുറിച്ച് ഈ പദ്ധതിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒപ്പം എൻ്റെ പ്രസ്ഥാനങ്ങൾക്ക്, ലേബർ ഇന്ത്യക്ക്, സഫാരിക്ക് ഈ പദ്ധതിയുമായി ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ സഹകരണങ്ങൾ ഞാൻ ഉണ്ടാക്കാം. കാരണം അദ്ദേഹം കാണുന്ന ഈ സ്വപ്നം തന്നെയാണ് ലേബർ ഇന്ത്യയുടെ ഈ സ്വപ്നം, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ സ്വപ്നം. സഫാരി എന്ന ചാനൽ നിങ്ങൾക്കറിയാം, ഒരു പരസ്യമില്ലാതെ പോകുമ്പോൾ നമ്മൾ യങ്ങർ ജനറേഷനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന ഒരു മാധ്യമമായിട്ട് കാണുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് ഈ വേദിയിൽ നിൽക്കാനുള്ള അവസരം ലഭിച്ചത്. ഞാൻ നിങ്ങളോട് എന്ത് പ്രസംഗിക്കണം, പ്രസംഗം എനിക്ക് വേണ്ട തോന്നയിലാണ് എന്ന് കുറേ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ചിന്തിക്കുകയാണ്. കാരണം പോകുന്ന വഴിക്ക് ചിന്തിക്കാൻ കാരണം ഈ ശനിയാഴ്ചകൾ വളരെ വെള്ളിയാഴ്ചകൾ രാത്രി ഞാൻ സാധാരണഗതിയിൽ അധികം ഉറക്കമില്ലാത്ത രാത്രി, കാരണം ഞായറാഴ്ച ചാനലിന് അവധിയാണ്. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകുന്ന എല്ലാ പരിപാടികളും വെള്ളിയാഴ്ച രാത്രി ഫിനിഷ് ചെയ്ത് സഫാരിയിൽ പോകുന്ന എല്ലാ പരിപാടികളും ഞാൻ ഇരുന്ന് കണ്ട്, രാത്രി സ്റ്റുഡിയോയിൽ ഇരുന്ന് കണ്ട്, അതിനകത്ത് ഒരു തെറ്റുമില്ല എന്നും ഒരു അബദ്ധവും വന്നിട്ടില്ല എന്നും സഫാരി നിഷ്കർഷിക്കുന്ന ഗുണമേന്മയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എൻ്റെ ജോലിയാണ്. അത് ലോകത്തിൽ എവിടെ ആയിരുന്നാലും ഞാൻ കാണാത്ത ഒരു പരിപാടി സഫാരി സംപ്രേഷണം ചെയ്യാറില്ല. അപ്പോൾ അത് ആ പ്രിവ്യൂ കണ്ടു തീരുമ്പോൾ, ശനിയും ഞായറിലെ മുഴുവൻ പരിപാടി കണ്ടു തീരുമ്പോഴേക്കും മിക്കവാറും 4 മണി 5 മണിയാവും തുടർച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ ലോകത്തിലൂടെ നിരവധി യാത്രകളിലൂടെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴും ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടുമുട്ടിയ കുറേ പ്രതിഭകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഉണ്ടായ ചില 1-2 സംഭവങ്ങൾ നിങ്ങളോട് ഉപയോഗിച്ചു. ചെറിയ ചെറിയ സംഭവങ്ങൾ. നിങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട MLA ഒരു പുസ്തകം ഏൽപ്പിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ്, അല്ലേ? ഏതാണ് പുസ്തകം? 20 വർഷം മുമ്പ്. 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 20 വർ
വിങ്സ് ഓഫ് ഫയർ ആണ്. അതാരുടെ പുസ്തകമാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ നേരിട്ട് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ആരായിരുന്നു എന്നറിയില്ലോ. ആരായിരുന്നു? കേട്ടില്ല? മിസൈൽ മാൻ ഓഫ് ഇന്ത്യക്ക് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യ ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ നിവർന്നു നിന്നത് APJ അബ്ദുൽ കലാം എന്ന ഒരു പ്രതിഭാശാലിയെ, ഒരു ശാസ്ത്രജ്ഞനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവതരിപ്പിച്ച ആ ദിവസമാണെന്ന് ഞാൻ പറയുന്നത്. ആ ദിവസങ്ങളിൽ ഞാൻ വിദേശ രാജ്യങ്ങളിലായിരുന്നു. ആ രാജ്യത്തില് എനിക്ക് തോന്നുന്നു അർജന്റീനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്ത വായിച്ച് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. കുറെ ടൂറിസ്റ്റുകളുണ്ട് കൂടെ, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പൊ അവര് ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ജംഗ്ഷനിൽ ഒരു സ്ഥലത്ത് പോയി നിന്നു. സ്പാനിഷ് ആളുകളുടെ ഗോത്ര ജീവിതമൊക്കെ കാണിക്കുന്ന ഒരു വില്ലേജിൽ പോയി നിന്നു. ഞാൻ അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്റെ കൂടെ യാത്ര ചെയ്ത ഒരു സായിപ്പ് വന്നിട്ട് എനിക്ക് ക്ഷയിക്കാൻ നിന്നു. ഞാൻ ചോദിച്ചാൽ എന്താ പറ്റി? കൺഗ്രാജുലേഷൻസ്, യു മെയ്ഡ് എ ഗുഡ് ഡിസിഷൻ. ഞാൻ എന്ത് ഡിസിഷൻ എടുത്ത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വാർത്ത വായിച്ചില്ലേ, ഇന്ത്യ അതിന്റെ പുതിയ പ്രസിഡന്റായി ഒരു സ്പേസ് സയന്റിസ്റ്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഡോക്ടർ കലാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോ അർജന്റീന എന്ന് പറയുന്ന ഭൂമിയുടെ മറ്റേ ഗോളത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു രാജ്യത്തൂടെ, അവിടുത്തെ ഉൾനാട്ടിൽ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനായ സായിപ്പ് വന്നിട്ട് അഭിനന്ദിക്കുകയാണ് എന്നെ. നിങ്ങളുടെ രാജ്യത്തേക്ക് ഒരു സയന്റിസ്റ്റിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഒരു അത്ഭുതമാണ്, ലോകത്ത് ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമല്ല, പ്രത്യേകം അഭിനന്ദിക്കുന്നു. സത്യത്തിൽ വിദേശത്തൊക്കെ വെച്ച് അഭിനന്ദനങ്ങൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കിട്ടുന്ന വളരെ അപൂർവമായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നൊബേൽ പ്രൈസ് ആണെങ്കിലും ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡലാണെങ്കിലും ഓസ്കാർ അവാർഡുകളാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ബഹിരാകാശ യാത്രയ്ക്ക്, സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വെർജിൻ ഗാലക്റ്റിക്, കുറച്ചു മുമ്പൊക്കെ വളരെ വിശദമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നൊരു വാർത്ത വന്നതിന് ശേഷം ആ ദിവസങ്ങളിലൊക്കെ കേരളത്തില് വലിയ വാർത്തയായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ചെറിയ ചന്ദ്രനുണ്ട്. കാരണം ഇന്ത്യയിൽ ISRO പോലുള്ള വലിയൊരു സ്പേസ് റിസർച്ച് സെന്റർ ഉണ്ട്, ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഡോക്ടർ കലാമിനെ പോലെ ISROയുടെ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ നിൽക്കെ എന്നെ പോലെ ഒരു പാവം മരങ്ങാട്ടുള്ളിക്കാരൻ സ്പേസിൽ പോകാൻ, സ്പേസ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് അഭിമാനമൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇവരെയൊക്കെ മുഖത്ത് നോക്കാനും പത്രക്കാർ വരുമ്പോൾ എനിക്ക് അവരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു. കാരണം അർഹതപ്പെടാത്ത ഒന്ന് എനിക്ക് കിട്ടിയെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അങ്ങനെ ഇരിക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരും. അത് വിളിച്ചത് പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ പ്രസാദ് രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ കലാമിന് നിങ്ങളെ കാണണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യമുള്ളൊരു സമയം പറയും. എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല, ഏത് കലാമാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രസാദിനെ മനസ്സിലായില്ല, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പ്രസാദ് മലയാളം അറിയുന്ന മലയാളി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് വിളിക്കുന്നത്, ഡോക്ടർ APJ അബ്ദുൽ കലാം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്പേസ് യാത്രയ്ക്കായി പോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയൊക്കെ അറിഞ്ഞു. തിരിച്ചു വിളിക്കാം, കാരണം ഞാൻ നാളെ തന്നെ കാണാൻ തയ്യാറാണ്, പക്ഷെ ഡൽഹിയിൽ എങ്ങനെ എത്താമെന്ന് അറിയില്ല. ഒടുവിൽ ഞാൻ ടിക്കറ്റ് നോക്കി. 2 ദിവസം കഴിഞ്ഞുള്ള ദിവസം, അതായത് ഒരു തിങ്കളാഴ്ച മറ്റാണ് എന്നെ വിളിച്ചത്. ബുധനാഴ്ച ഞാൻ അവിടെ എത്തും എന്ന് തിരിച്ചു വിളിച്ചു പറഞ്ഞു. അല്ല, അദ്ദേഹം പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബുധനാഴ്ച ഞാൻ അവിടെ എത്തും, എനിക്ക് ബുധനാഴ്ച ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച രാത്രി തന്നെ ഡൽഹിയിലെത്തി. രാഷ്ട്രപതി ഭവനിലേക്ക് പിറ്റേ ദിവസം രാവിലെ ഉച്ചയോടുകൂടി, ഉച്ച കഴിഞ്ഞ ഒരു സമയം തന്നെയാണ്. അവിടെ രാഷ്ട്രപതി ഭവനിലേക്ക് തീർച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടുള്ളവരില്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വലിയ ആചാരപരമായ വലിയ ചടങ്ങുകളോടെ ഗംഭീരമായ രാഷ്ട്രപതി ഭവന്റെ ആ പ്രൗഢമായ ഇടനാഴികളിലൂടെ പോലീസുകാര് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നമ്മുടെ 2 സൈഡിൽ നിന്ന് നമ്മളൊരു വിസിറ്റിംഗ് റൂമിൽ കൊണ്ടിരിക്കുന്നു. അവിടെ കഴിയുമ്പോഴത്തേക്കും ചായയും ബിസ്ക്കറ്റും കാഷ്യൂനട്ട്സും പലഹാരങ്ങളൊക്കെ എത്തുന്നു. കുറച്ച് നേരം വിശ്രമിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴത്തേക്കും അതേ അടുത്തൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹം വന്നിട്ട് പറയും, രാഷ്ട്രപതി നിങ്ങളെ കാണാൻ തയ്യാറാണ്, വരൂ. അപ്പോൾ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു സാധാരണ ഓഫീസ് മുറി, ശരിക്കും പറഞ്ഞാൽ ഈ കോളേജിലെ മുനിസിപ്പലിന്റെ ഓഫീസിന്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുറി. അവിടെ ഒരു മേശയ്ക്കപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ. നമ്മൾ സ്ഥിരം പടങ്ങളിൽ കണ്ടിട്ടുള്ള ആ തലമുടി നീട്ടി വളർത്തിയ ആ കൊച്ചു മനുഷ്യൻ. കമോൺ സന്തോഷ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം ഏതാണ്ട് ഇങ്ങനെയാണ്. ഞാൻ ഗ്രഹിച്ചിരുന്നു, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ സ്പേസിൽ പോകുന്നത് കേട്ടു, റിച്ചാർഡ് ബ്രാൻസനോടൊപ്പം, വെർജിൻ ഗാലക്റ്റിക്കിനോടൊപ്പം. അപ്പൊ ഇദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു പേന എടുത്തു, കടലാസ് എടുത്തു, എന്നിട്ട് എടുത്തു പറഞ്ഞു, ദിസ് ഈസ് എർത്ത്. ഓട്ടോമാറ്റിക് കാണിച്ചു. അതായത് ഒരു രാഷ്ട്രപതി ഒരു പൗരനോട് സംസാരിക്കുന്ന മട്ടിലല്ല, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കും.
ഗാലക്റ്റിക്കിന്റെ സ്പേസ് യാത്ര എങ്ങനെയാണെന്നും എത്ര ദൂരത്തിലേക്കാണെന്നും എത്ര ഉയരത്തിലേക്കാണെന്നും എത്ര സമയത്തിലേക്കാണെന്നും ഒക്കെ ഈ മനുഷ്യൻ പഠിച്ചു വെച്ചിട്ട് ഇതെല്ലാം എന്നെ വരച്ചു കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ടെലിവിഷൻ ചാനലിന് വേണ്ടി യാത്രാ വിവരണ പരിപാടികൾ ചെയ്യുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്പേസിൽ യാത്ര ചെയ്താൽ ഒരു സയന്റിസ്റ്റ് പോകുന്നത് പോലെയല്ല, ഒരു ഗവേഷണത്തിന് പോകുന്നത് പോലെയല്ല, ഈ യാത്രയുടെ അനുഭവങ്ങൾ, ഈ യാത്ര മാത്രമല്ല യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പരിശീലനങ്ങൾ, അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ, ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ നാട്ടിലെ ആളുകളെ കാണിക്കും. അദ്ദേഹം പറഞ്ഞു, നോ, ദാറ്റ്സ് നോട്ട് ഇനഫ്. നിങ്ങൾ ഇതുമായിട്ട് എല്ലാ സ്കൂളിലും പോകണം, എല്ലാ കുട്ടികളെയും കാണിക്കണം. നിങ്ങൾ എന്ത് യാത്ര ചെയ്തു എന്നും നിങ്ങൾ എന്ത് അനുഭവിച്ചു എന്നും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നും നമ്മുടെ കുട്ടികളെ കാണിക്കണം. അവർക്ക് വലിയ സ്വപ്നം കാണാൻ പറ്റുക പറയും. നിങ്ങളെപ്പോലെ കേരളത്തിൽ നിന്ന് ഒരു സയന്റിസ്റ്റോ ഒരു പൈലറ്റോ ഒന്നുമല്ലാത്ത ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ സ്പേസിൽ പോകാം എന്നൊരു ചിന്ത നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്യണം. കുട്ടികളെ ഇത് മുഴുവൻ അറിയിക്കണം, അവരെ ഇൻസ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞു, ശരിയാണ്, അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് ഈ പറഞ്ഞതോടുകൂടി അത് ചെയ്യാനുള്ള ആത്മവിശ്വാസം എനിക്ക് കൂടിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. നമ്മുടെ ക്യാമറയോ മൊബൈൽ ഫോണോ അദ്ദേഹം കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിനടുത്ത് തന്നെ എപ്പോഴും ഒരു ക്യാമറമാൻ റെഡിയായിരിക്കും. അദ്ദേഹം ഒരു ബെല്ലടിക്കും. അദ്ദേഹം പറയും, നമ്മൾ ആവശ്യപ്പെട്ടൊന്നുമല്ല, അദ്ദേഹം പറയും ഫോട്ടോഗ്രാഫർ വിളിക്കും. ഫോട്ടോഗ്രാഫ് വരുന്നു, രാഷ്ട്രപതിയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു, അദ്ദേഹത്തോട് യാത്രയൊക്കെ പറഞ്ഞ് പോരുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രപതി നമ്മളെ ക്ഷണിക്കുകയല്ല ചെയ്തത്, ഡോക്ടർ കലാം നമ്മളെ ക്ഷണിക്കുകയത്, നമ്മളെ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിപ്പമേറിയ, ഏറ്റവും ഉന്നതങ്ങളിലുള്ള ഒരു വ്യക്തിയെ ഞാൻ എന്നെ എവിടെ വെച്ച് കണ്ടുമുട്ടി എന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹമായിരുന്നു. ഞാൻ ഈ എൻ്റെ പോകട്ടെ. അപ്പൊ ആ മനുഷ്യന്റെ പുസ്തകമാണ്, അതേ മനുഷ്യന്റെ ജീവചരിത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഓർത്തോളൂ. ഈ രാഷ്ട്രപതി ക്ഷണിച്ച് ഇങ്ങനെ ഉപദേശങ്ങൾ നൽകാൻ കാരണമായത് എങ്ങനെ എന്നുകൂടി അറിയില്ലേ. ഞാൻ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. മരങ്ങാട്ടുപള്ളിയുടെ കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ കട്ടിച്ച് ഈ പൂവപ്പള്ളിയോടൊപ്പം ഉണ്ടാവും. അവിടെയുള്ള ഇന്ന് അതുവഴി സഞ്ചരിച്ചാൽ കാണുന്ന പ്രധാന സ്ഥാപനം എന്ന് പറയുന്നത്, അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ലേബർ എഡ്യൂക്കേഷൻ സെക്ഷൻ കെട്ടിടം. ബാക്കിയുള്ളത് 3 ചായക്കടകൾ, 2-3 റബ്ബർ കടകൾ, പിന്നെ 2-3 ബേക്കറികൾ, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങളുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ മരങ്ങാട് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മ അവിടുത്തെ അധ്യാപികയായിരുന്നു. എൻ്റെ പിതാവ് അക്കാലത്ത് അവിടെ ഒരു പാർലർ കോളേജ് നടത്തിയിരുന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. ഞാൻ ഈ ഒരു സഞ്ചാരം ആരംഭിച്ചതിന് ശേഷം UK ഒരു യാത്ര നടത്തി. സഞ്ചാരം 1997. നിങ്ങളിൽ കുട്ടികളാരും അന്ന് ജീവിച്ചിട്ടില്ല, 25 വർഷം മുമ്പാണ്. സഞ്ചാരം ആരംഭിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലൂടെ ഒരു യാത്ര നടത്തി. ഈ ലണ്ടനിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു ട്രെയിനിലായിരുന്നു. ലണ്ടനിൽ നിന്ന് ഗ്ലാസ്ഗോ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോവാണ് യാത്ര. ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ഈ ട്രെയിന് വെർജിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രെയിനാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റെയിൽവേ ട്രെയിനുകൾ ഓടിക്കുന്നെങ്കിൽ പല രാജ്യങ്ങളിലും സ്വകാര്യ കമ്പനികളാണ് ഓടിക്കുന്നത്, പ്രൈവറ്റ് കമ്പനികൾ. വെർജിൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മനോഹരമായ ഒരു ട്രെയിൻ, അതിഗംഭീരമാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടൽ അകം പോലെ. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഫേസ് ടു ഫേസ് ആണ്. അതായത് 2 സീറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഇവിടെ 2 സീറ്റ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആ സൈഡിൽ അതുപോലെ തന്നെ. അപ്പോൾ ഇതിന് നടുക്കൊരു മേശയുണ്ട്. ഞാൻ യാത്ര ചെയ്ത് പുറത്തെ കാഴ്ചകളൊക്കെ ചിത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിപ്പി, ഒരു ബ്രിട്ടീഷ് ചെറുപ്പക്കാരൻ, അയാൾ തലയൊക്കെ മുട്ട അടിച്ചിരിക്കുന്നു, അവിടെയൊക്കെ പച്ച കുത്തിയിരിക്കുന്നു, കാറെ കടുക്കനൊക്കെ ഉണ്ട്. അയാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറി വരുന്നു. അതിലൊരു ബാഗ് ഉണ്ട്, അതിനകത്ത് നിറയെ കുറേ ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ് അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെവിക്കകത്ത് പാട്ട് കേൾക്കാനുള്ള ഇയർഫോണൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. ഇയാൾ നടക്കുന്നത് തന്നെ ഈ പാട്ടിന്റെ താളത്തിലാണ്. ഇങ്ങനെ കുലുക്കുലി വരുന്നു, എന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതിന് കുറെ പത്രങ്ങൾ അവിടെ ഇടുന്നു. ഒരു 7-8 പത്രങ്ങളുണ്ട്. ഈ പത്രങ്ങളിൽ ഇയാൾ ആകപ്പാടെ വായിക്കുന്നത് സ്പോർട്സ് പേജ് മാത്രമാണ്. സ്പോർട്സ് പേജ് മാത്രം വായിക്കും, ബാക്കി നമുക്ക് കൂലിയിടും. ഇങ്ങനെ ഒരു 6-7 പത്രത്തിന്റെ കൂലിയിട്ടു വായിച്ചു. അതിനിടയ്ക്ക് ചിപ്സ് കഴിക്കുന്നുണ്ട്. ഞാൻ ഇത് ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രസമാണല്ലോ, മനുഷ്യരെ നിരീക്ഷിക്കുന്നത് വളരെ രസമുള്ള കാര്യമാണ്. യാത്രയ്ക്ക് ട്രെയിനിങ് പല ഗ്രാമങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ടിക്കറ്റ് എക്സാമ്പിൾ വരും, ഇടയ്ക്ക് ഭക്ഷണം വളർന്ന ആൾ വരും. ഈ ട്രെയിനിലൊക്കെ ഭക്ഷണവും കിട്ടും, വേണമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു സ്റ്റേഷനിലെത്തി വണ്ടി നിന്നു. വണ്ടി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ പുറത്തേക്ക് പോകും, ഈ ചെറുപ്പക്കാരൻ. അപ്പം ഇയാൾ ഇറങ്ങുന്ന സ്റ്റേഷനാണ് അപ്പോഴാണ്. ഇയാൾ കയ്യിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് അവർക്ക് ഓടി അങ്ങോട്ട് പോയി, ചാടി ഇറങ്ങി പോയി. അപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടു പോയി. ഇയാൾ ഈ വെച്ചിരുന്ന പത്രമല്ല അവിടെ എടുക്കാൻ മറന്നുപോയി. മറന്നായിരിക്കും, ചിലപ്പോൾ ഉപേക്ഷിച്ചായിരിക്കാം. കുറെ സമയം കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. എനിക്ക് പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണം. ചില സമയത്ത് കാഴ്ചകളൊന്നും ഇല്ലാത്ത വെറും വനത്തിനകത്തൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പത്രം എടുത്ത് വായന നടന്നു. ബ്രിട്ടനിലെ വിശേഷം അറിയാം എങ്കിലും അങ്ങനെ വായിച്ചു വരുമ്പോൾ ഒരു ചെറിയൊരു വാർത്ത, ഒരു ബോക്സ് വാർത്ത. റിച്ചാർഡ് ബ്രാൻസൺ സാധാരണക്കാരെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ ഒരു പദ്ധതി എടുത്തു. സ്പേസ് ടൂറിസം എന്നാണ് അതിന്റെ പേര്. റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ വ്യവസായിയാണ്. വ്യവസായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിമാന കമ്പനിയാണ് ആ കാലത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ വെർജിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. വെർജിൻ മൊബൈൽ, വെർജിൻ അറ്റ്ലാന്റിക് എന്നൊക്കെ പറഞ്ഞ നിരവധി കമ്പനികളുള്ള ഒരു സ്ഥാപനം, ഒരു സംരംഭകനാണ് റിച്ചാർഡ് ബ്രാൻസൺ. എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട്. രസകരമായ ഒരു ബയോഗ്രഫിയാണ്. ലൂസിംഗ് മൈ വെർജിനിറ്റി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ വളരെ നമ്മൾ തകർന്ന് നമ്മൾ ലക്ഷ്യമിട്ട സ്ഥാനങ്ങളിലൊന്നും എത്താതെ നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ അത് ദയനീയമായി പരാജയപ്പെട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ നിരാശയിലാണ് കിടക്കുമ്പോൾ ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ നമുക്ക് വലിയ ആത്മവിശ്വാസം കിട്ടും. യെസ്, ഞാൻ പരാജയപ്പെടില്ല, ഞാൻ വിജയിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പലപ്പോഴും പരാജയപ്പെട്ട് പ്രതിസന്ധിയിലായി തകർന്നു പോയ സമയത്തൊക്കെ ഈ പുസ്തകം വീണ്ടും വീണ്ടും വായിക്കാറുണ്ട്. ഇപ്പോഴും അത് തുടരാറുണ്ട്. നിങ്ങൾ കരുതുന്ന പോലെ എന്റെ ജീവിതം വിജയം മാത്രമല്ല, നിങ്ങൾ കാണുന്ന 10% വിജയത്തിനപ്പോൾ 90% പരാജയത്തിന് ഉൽപ്പന്നം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പരാജയം വലിയ പ്രശ്നമൊന്നുമല്ല. എന്നെ പഠിപ്പിച്ചത് റിച്ചാർഡ് ബ്രാൻസന്റെ ബയോഗ്രഫിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നു, സ്പേസിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഒന്ന് തോന്നി, ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, സ്പേസിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ സ്പേസിലേക്ക് സയന്റിസ്റ്റുകളെ അല്ല കൊണ്ടുപോകുന്നത്, സ്പേസിലേക്ക് പൈലറ്റുമാരെ അല്ല കൊണ്ടുപോകുന്നത്, പിന്നെയോ സ്പേസിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു. ഞാനാരാണ്? ഞാൻ ഇന്ത്യ എന്നുള്ളൊരു ടൂറിസ്റ്റ് അല്ലേ, എങ്കിൽ എനിക്ക് പോയിക്കൂടെ? അപ്പൊ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, $2.5 ലക്ഷം ഇതിന്റെ ചെലവ്. $2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് ഏതാണ്ട് 40 രൂപയുടെ ഉള്ളൂ ഡോളറിന്റെ വില. ഇപ്പോഴാണ് 77 രൂപ വിലയായത്. അപ്പൊ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏതാണ്ട് 1 കോടി രൂപ വേണം. 1 കോടി രൂപ എന്ന് ഞാൻ നോക്കിയാൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളുണ്ട്. ഞാൻ സ്പേസിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു മലയാളി സ്പേസിലേക്ക് പോകാൻ അവസരം കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞാൽ, ഒരു മലയാളിക്ക് സ്പേസിൽ പോകാൻ റിച്ചാർഡ് ബ്രാൻസൺ അവസരം തരുന്നു എന്ന് നമ്മുടെ നാട്ടുകാർ അറിഞ്ഞാൽ, ഓരോ മലയാളിയും ഒരു 50 പൈസ വെച്ച് മുടക്കിയാൽ എനിക്ക് സ്പേസിൽ പോകാൻ പറ്റും. ഞാനത് ആവശ്യപ്പെട്ടാൽ ലേബർ ഇന്ത്യയിലൂടെ അല്ലെങ്കിൽ എന്റെ ടെലിവിഷൻ പരിപാടിയിലൂടെ ഞാനിത് ആവശ്യപ്പെട്ടാൽ, മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടാൽ, ഒരു മലയാളി 50 പൈസ വെച്ച് മുടക്കില്ലേ എനിക്ക് വേണ്ടി? മുടക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, അവർ കുറച്ച് കൂടി പൈസ തന്നാൽ മതി. അപ്പോ ഇന്നത്തെ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ നമുക്ക് എന്തുകൊണ്ട് സ്പേസിൽ പോകുന്നതിനെ ചിന്തിച്ചു പോയാൽ, പിന്നെ ആ യാത്രയിൽ ഉടനീളം ഞാൻ ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഞാൻ പിന്നെ ചിന്തിച്ചതാണ്, നാളെ എല്ലാവരും സ്പേസിലേക്ക് പോകുന്ന ഒരു യുഗം തുടങ്ങാൻ പോവാണ്. സ്പേസ് ടൂറിസ്റ്റുകൾ ഉണ്ടാകാൻ പോവാണ്. ഞാൻ ഇത്രയും രാജ്യങ്ങളിലൂടെ ക്യാമറയുമായി സഞ്ചരിക്കുകയും സഞ്ചാരം എന്ന പരിപാടി ഉണ്ടാക്കി ഇത്രയേറെ ആളുകളെ ആകർഷിക്കുന്ന പരിപാടി നടത്തി ഞാൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയും വേറെ ആളുകൾ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്ന എന്തൊരു നാണക്കെട്ട പരിപാടിയാണ്. അപ്പോ ഒരാൾ ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് ടൂറിസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കണം പോകുന്നത്. ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു. തിരിച്ചെത്തിക്കഴിഞ്ഞ് എനിക്കൊരു വിലാസം ഇല്ലട്ടെ, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് വെർജിൻ ഗാലക്റ്റിക്കിന്റെ വെബ്സൈറ്റ് കണ്ടുപിടിച്ചു. അവർക്കൊരു മെയിൽ അയച്ചു, ഞാനിങ്ങനെ സ്പേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു വിഷ്വൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എന്റെ പശ്ചാത്തലം ഇതാണ്, എനിക്ക് ഇത്ര ലക്ഷം പ്രേക്ഷകരുണ്ട്. ഇതൊക്കെ വെച്ച് അയച്ചു. ഞാൻ വെറുതെ അയച്ചു, ഓർക്കുന്നില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഓഫീസിലേക്ക് ലണ്ടനിൽ നിന്ന് പോകുന്നു. റിസപ്ഷനിലേക്കാണ് വന്നത്. റിസപ്ഷനിലിരിക്കുന്നവർക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലിട്ടൊന്നും മനസ്സിലായില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ഒരു ഫോൺ വരുന്നത് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു. ഞാൻ സംസാരിച്ചു. അപ്പോൾ അങ്ങേ തലക്കിലിരിക്കുന്ന ആൾ പറഞ്ഞു, ഐ എം വിൽ വൈറ്റ് ഹോൺ. എന്റെ പേര് വിൽ വൈറ്റ് ഹോൺ എന്നാണ്. ഞാൻ വെർജിൻ ഗാലക്റ്റിക്കിന്റെ വൈസ് പ്രസിഡന്റാണ്. താങ്കളുടെ ഒരു മെയിൽ കണ്ടു, അത് കൺവിൻസിംഗ് ആയിട്ട് തോന്നി. നാളെ ഈ സമയത്ത് വീണ്ടും വിളിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പേരെ ഉണ്ടാവും, ടെലിഫോണിലൂടെ ഒരു ഇന്റർവ്യൂ നടത്താൻ താങ്കൾക്ക് പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിറ്റേ ദിവസം ഇതേ സമയമായപ്പോൾ വീണ്ടും വിളിച്ചു, ഒരു ടെലിഫോണിലൂടെ ഒരു ഇന്റർവ്യൂ നടത്തി. ഞാൻ എന്തിനാണ് സ്പേസിൽ പോകുന്നത് എന്നായിരുന്നു ചോദ്യം. അതിൽ പല കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു, എന്റെ പശ്ചാത്തലം കൊടുത്തു, പൈസയെക്കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു, നിരവധി കാര്യങ്ങൾ ചോദിച്ചു. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം. എന്നിട്ട് അവർ ചോദിച്ചു, അവസാനത്തെ ഒരു ചോദ്യം, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ആളുകൾ സ്പേസിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മെയിലുകൾ അയക്കുന്നുണ്ട്. നിങ്ങളെ, ഒരു ഇന്ത്യക്കാരനായി നിങ്ങളെ എന്തിന് ഞങ്ങൾ കൊണ്ടുപോകണം? ഈ പൈസ തരാൻ കാരണം എത്രയോ ആളുകളുണ്ട്, നിങ്ങളെ എന്തിന് ഞങ്ങൾ സെലക്ട് ചെയ്യണം? അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു ബുദ്ധി ഞാൻ പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടനിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്താൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ അതൊരു വാർത്തയായേക്കാം, അവിടുത്തെ 2-3 കോടി ജനങ്ങൾ ഇത് അറിഞ്ഞേക്കാം, വെർജിൻ ഗാലക്റ്റിയെ കുറിച്ച്, ഈ സംരംഭത്തെക്കുറിച്ച് ഒക്കെ അത്ര ആളുകളിലേക്ക് എത്തിയേക്കാം. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഇത് വാർത്തയാക്കും. ഇന്ത്യയിലെ 120 കോടി ജനങ്ങൾ അവരിൽ നിന്ന് ഒരാൾ സ്പേസിൽ പോകുന്ന വാർത്ത അറിയും. ഇന്ത്യ മുഴുവൻ ഈ 120 കോടി ആളുകളുടെയും മനസ്സിൽ വെർജിൻ ഗാലക്റ്റി എന്ന് പറയുന്ന കമ്പനി പ്രതിഷ്ഠ നേടും. ഒപ്പം സ്പേസിനെ കുറിച്ച് സ്വപ്നങ്ങൾ മാത്രമുള്ള, വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ മാത്രമുള്ള ഇന്ത്യൻ സമൂഹത്തിന് സ്പേസിലേക്ക് ഒരു സാധാരണക്കാരന് പോകാൻ പറ്റും എന്ന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റും. കോടിക്കണക്കിനായ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് ഈ കൊച്ചു രാജ്യത്തിന്, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുള്ള രാജ്യത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങളുടെ പോലെ സമ്പന്ന രാജ്യത്തിന് മനസ്സിലാകാത്ത ഒരു കാര്യമായിരിക്കും. അവരവസാനിപ്പിച്ചു. ഓക്കെ, സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഏതാനും ആഴ്ചകൾ പോയി. പിന്നീട് എനിക്ക് വീണ്ടും ഒരു മെയിൽ വരികയാണ്, താങ്കൾ ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാകാൻ ഞങ്ങൾ താങ്കളെ ഉൾപ്പെടുത്തുന്നു, ടേംസ് ആൻഡ് കണ്ടീഷൻസിലോട്ട് അയക്കുന്നു, അതെല്ലാം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഏതാണ്ട് 1 വർഷത്തോളം നീണ്ട നിരവധി പ്രോസസ്സുകളായിരുന്നു. അതായത് ഒത്തിരി എഗ്രിമെന്റുകളുണ്ട്,
ഈ അഗ്രിമെന്റുകളൊക്കെ വായിച്ചാൽ നമ്മൾ ആരും സൈൻ ചെയ്യില്ല. അതുപോലത്തെ വ്യവസ്ഥകളാണ്. അതിനകത്ത് ഒരു വ്യവസ്ഥയൊക്കെ അപ്പോഴേക്കും ഞാൻ ISROയിൽ നിന്ന് BRS എടുത്ത അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ആളെ നിയമിച്ചു സ്ഥാപനത്തിൽ, ഈ കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിന് വേണ്ടി മാത്രം. അദ്ദേഹവും വെർച്വൽ ഗാലക്റ്റിക്കുമായിട്ടായിരുന്നു പിന്നീട് കമ്മ്യൂണിക്കേഷൻസ്, ഡോക്യുമെന്റേഷൻ, ഇതെല്ലാം അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം ഈ ജോലി മാത്രം ചെയ്തു. ഇതിലെ വ്യവസ്ഥകളൊക്കെ സ്പേസിൽ വെച്ച് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, അവിടെ വെച്ച് ഡെഡ് ബോഡി കിട്ടാതെ വന്നാൽ അപ്പൊ വീട്ടുകാർ ക്ലെയിം ഉന്നയിക്കില്ല എന്നൊക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇത് ഉൾപ്പെടെ കൊടുക്കേണ്ടത്. അതായത് ഇതിന്റെ ഏറ്റവും അപകടകരമായ സ്ഥിതികൾ വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 10-40 പേരുള്ള ഒരു എഗ്രിമെന്റ് ഫോമാണ്. കൂടാതെ പണം ട്രാൻസ്ഫർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുമതി, ഇങ്ങനെയുള്ള നിരവധി പ്രോസസ് കൂടിയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോ ഇത് കഴിഞ്ഞു. ഞാൻ ഇതിന്റെ ഭാഗമാണെന്ന് ഉറപ്പുവന്നു. റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിയുള്ള ഒരാൾ, വെർജിൻ ഗാലക്റ്റിക്കിന്റെ ഉടമയായ മനുഷ്യൻ, ഒരു ദിവസം എനിക്കൊരു കത്തയക്കുന്നു. വലിയൊരു പാക്കറ്റാണ്. അദ്ദേഹത്തിന്റെ കത്ത് എന്ന് പറയുന്നത് നമ്മുടെ പോലത്തെ ഒരു കുഞ്ഞ് എന്മൽപ്പിനകത്തല്ല വരിക. വലിയ ഒരു മേശയോളം വലിപ്പമുള്ള ഒരു പെട്ടി വരുന്ന ദിവസം. ഈ പെട്ടി തുറന്നു നോക്കുമ്പോൾ പെട്ടിക്കകത്ത് വലിയൊരു ബ്രോഷറാണ്. അതായത് ഒരു മേശയുടെ വലിപ്പമുള്ള ബ്രോഷർ. അപ്പോൾ 20 പേജുണ്ട്, വലിയ കട്ടിയുള്ള പേപ്പറിൽ. ഈ സ്പേസ് യാത്ര എന്തായിരിക്കും, അവിടെ ചെന്ന് നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും എങ്ങനെയായിരിക്കും, പരിശീലനം എന്താണെന്നൊക്കെ കാണിക്കുന്ന സാധനം. അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു കത്ത്, ആ കത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ടീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കത്ത്. അതോടെ എനിക്ക് ഉറപ്പായി ഞാനും ആ ടീമിന്റെ അംഗമായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ആ വാർത്തകളൊക്കെ വരുന്നത്. പിന്നീട് സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു പരിശീലനത്തിന് 6-7 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ക്ഷണിച്ചു. സ്പേസിൽ പോകണമെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തറിയോ? ഭാരമില്ലായ്മ. ആ ഭാരമില്ലായ്മ അനുഭവിക്കാനുള്ള പരിശീലനം കെന്നഡി സ്പേസ് സെന്ററിൽ നടന്നു. ജി ടോളറൻസ്, ഭാരം കൂടുതൽ അവസ്ഥയുണ്ട്, ഇത് പരിശീലിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി അങ്ങനെ കാര്യം മുമ്പോട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അനുഭവത്തിലേക്ക് ഡോക്ടർ കലാം എന്നെ ക്ഷണിച്ച ഈ പരിപാടിയിലേക്ക് എത്തിയത് അങ്ങനെയാണെന്നാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സന്തോഷ് ജോർജ് കുളങ്ങര സയൻസിൽ, കണക്കിൽ മഹാമണ്ഡൻ കൊടുങ്ങായിരുന്നു. മഹാമണ്ഡനായ, സയൻസിൽ മഹാമണ്ഡനായ, ഞാൻ പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പിന്നീട് ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷനാണ്. അത് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ കണക്കിനെയും സയൻസിനെയും മേടിച്ചിട്ട് തന്നെയാണ്. അത്രയും മണ്ഡനായ ഒരു മനുഷ്യന് ബഹിരാകാശത്ത് പോകാൻ തിരഞ്ഞെടുക്കപ്പെടാമെങ്കിൽ അസാധ്യമായ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്നുള്ളത് എനിക്കൊരു തെളിവ് വേണം. ഒരു സംശയവും വേണ്ട. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെത്താൻ എല്ലാവരും നടപ്പറ്റും. ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ആഗ്രഹിക്കണം. ആഗ്രഹിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്ന് ശ്രീ പിണറായി വിജയന്റെ മനസ്സിൽ ആഗ്രഹമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമായിരുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതോടൊപ്പം അതിനുശേഷം ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് ഇപ്പൊ മനസ്സിൽ തോന്നിയാൽ ശ്രമിച്ചാൽ നടക്കും. അങ്ങനെ ആഗ്രഹം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് ഓർക്കാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ ആ കാര്യങ്ങൾ. നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങണം. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ഈ ആഗ്രഹം നമുക്ക് സാധ്യമാകുന്നതാണെന്ന്, നമ്മുടെ കഴിവിൽ ചേർന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളെ ഈ ദിവസങ്ങളിൽ പരിശീലിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്നും ആ കഴിവുകളിൽ ഏറ്റവും മിടുക്കനായി എങ്ങനെ മാറാമെന്നും അസാധ്യമെന്ന് തോന്നുന്ന ഒരു മേഖലയിലേക്ക് പോലും നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാമെന്നും പഠിപ്പിക്കാനാണ്. നിങ്ങളെ കണക്ക് പഠിപ്പിക്കുന്നുണ്ടാവാം, ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടാവാം, ഭാഷ പഠിപ്പിക്കുന്നുണ്ടാവാം, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ നാളെ നിങ്ങൾ ഏത് മേഖലയിൽ വിജയിക്കുമെന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും ആവണമെന്നില്ല വിജയിക്കുന്നത്. അവിടെ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എന്തെങ്കിലുണ്ടോ, ആ മേഖലയിൽ നിങ്ങൾ ഏറ്റവും പ്രതിഭയായി മാറാൻ പോകുന്നോ, ആ മേഖലയിലായിരിക്കാം നിങ്ങൾ വിജയിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. ഈ റിച്ചാർഡ് ബ്രാൻസൺ നിരവധി ആളുകളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുവന്നത് വെർജിൻ ഗാലക്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിച്ച റിച്ചാർഡ് ബ്രാൻസൺ. വെർജിൻ അറ്റ്ലാന്റിക്കും, വെർജിൻ യുണൈറ്റും, വെർജിൻ ഓസ്ട്രേലിയയും, വെർജിൻ USA ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി എയർലൈനുകൾ, നിരവധി 150 വിമാനങ്ങൾ പറക്കുന്ന ഏറ്റവും വലിയ വിമാന കമ്പനികളൊന്നാണ് റിച്ചാർഡ് ബ്രാൻസൺ. ഈ കമ്പനികൾ നടത്തുന്ന നെക്കർ ഐലൻഡ് പോലുള്ള സ്വന്തമായി വലിയൊരു ദ്വീപ് തന്നെ കരീബിയൻ പ്രദേശത്തുള്ള ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും സംരംഭകനുമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം 9ാം ക്ലാസ് മാത്രമാണ്. അതായത് ഈ റിച്ചാർഡ് ബ്രാൻസണിനേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങളിൽ പലരും അർത്ഥം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇദ്ദേഹത്തിന് കാണാതെ പഠിക്കാൻ പറ്റില്ലായിരുന്നു. അതൊരു തരം രോഗമാണ്. അന്ന് ബ്രിട്ടീഷുകാർക്ക് പോലും അന്ന് അറിയില്ലായിരുന്നു ഇത് കുട്ടി കാണാതെ പഠിക്കാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. പല കുട്ടികൾക്കും അങ്ങനെയുണ്ട്. എനിക്കും അതേ പ്രശ്നമുണ്ട്. ഞാനൊരു പ്രസംഗം കാണാതെ പഠിച്ചാൽ ഒരിക്കലും തലക്കാത്തിട്ടില്ല. ഞാനൊരു പാഠഭാഗവും കാണാതെ പഠിച്ച് എഴുതിയിട്ടില്ല. സയൻസിൽ എനിക്ക് കുഴപ്പം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറികളും തീരങ്ങളും ഒന്നും ഞാൻ കാണാതെ പഠിച്ച മനസ്സിലിക്കില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് വരുന്നു അത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ കാര്യം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എനിക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ച് എന്റെ മനസ്സിൽ ഭാവനയ്ക്കനുസരിച്ച് വരുന്ന എല്ലാം എനിക്ക് എഴുതി വെക്കാം. അതിനെല്ലാം നല്ല മാർക്കും കിട്ടും. ജേർണലിസം എടുക്കാൻ കാര്യം, ജേർണലിസത്തിൽ വേണ്ടത്, മാധ്യമപ്രവർത്തനത്തിൽ വേണ്ടത് സ്പോണ്ടേനിറ്റിയാണ്. നമുക്ക് അപ്പോൾ യുക്തിബോധത്തോടെ എന്ത് തീരുമാനമെടുക്കാൻ പറ്റും. അപ്പൊ കാണാതെ പഠിക്കുന്നവരും അതിൽ ഏറ്റവും മാർക്ക് മേടിക്കുന്നവരാണ് മിടുക്കൻ എന്ന് കരുതേണ്ടതില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ റിച്ചാർഡ് ബ്രാൻസന്റെ കൂടെ ഈ വെർജിൻ ഗാലക്റ്റിക്കിൽ ഈ 9ാം ക്ലാസ്സുകാരൻ നിയമിച്ചിരിക്കുന്നത് സ്പേസ് ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായി CEO ആയിട്ട് നിയമിച്ചിരിക്കുന്ന ആരാന്നറിയോ? നാസയിൽ നിന്നുള്ള 200 ശാസ്ത്രജ്ഞന്മാരാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്നത്. ഒരിക്കലും
ഈ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ട് കാലിഫോർണിയ മ്യൂസിയത്തിൽ വെച്ചായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ഡിന്നർ പാർട്ടി. റിച്ചാർഡ് ബാൻസിന്റെ ഒക്കെ പരിപാടികൾ ഏത് പോയാലും ഏത് വർഷത്തിൽ 2 തവണ മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിംഗിൽ പോയാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വലിയൊരു ആഘോഷമുണ്ട്, വലിയൊരു ഡിന്നർ പാർട്ടി. ഇത് നടക്കുന്ന ഒരു തവണ കാലിഫോർണിയ മ്യൂസിയം ഓഫ് സ്പേസ് എന്ന് പറയുന്ന ലോസ് ആഞ്ചലസിലെ ഒരു മ്യൂസിയത്തിനകത്ത്. അതിന്റെ കാരണം അറിയോ? ആ മ്യൂസിയത്തിലെ വലിയൊരു ഹോളുണ്ട്. ഈ ഹോളിന്റെ സീലിംഗിൽ നിന്ന് ഒരു വലിയൊരു സ്പേസ് ക്രാഫ്റ്റ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എന്റെ വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കൽപ്പന ചൗളയൊക്കെ ബഹിരാകാശത്ത് പോയ ഒരു സ്പേസ് ഷട്ടിലുണ്ട്. അതേപോലെ ഇരിക്കുന്ന മറ്റൊരെണ്ണമാണ് ഡിസ്കവറി, എൻഡവർ, ഇങ്ങനെ 3 എണ്ണം ഉണ്ടായിരുന്നത്. അതിൽ എൻഡവർ എന്ന് പറയുന്നത് സ്പേസ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ ആക്ച്വലി 2-3 കൊല്ലം മുമ്പ് യാത്രയൊക്കെ അവസാനിപ്പിച്ച് അതിനെ കൊണ്ടുവന്ന് ഒരു വലിയ ഹാളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ കെട്ടിത്തൂക്കി വലിയൊരു ഹാളാണ്, ഗംഭീരമായ ഒരു ഹാൾ. ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ അടിയിൽ വെച്ചാണ് ഞങ്ങളുടെ ഡിന്നർ. റിച്ചാർഡ് ബാൻസൺ പരിപാടികൾക്കും അങ്ങനെ വെക്കുക. അപ്പോൾ ഡിന്നറൊക്കെ തുടങ്ങി, കലാപരിപാടികളൊക്കെ തുടങ്ങി, സംഗീതപരിപാടി നടക്കുന്നുണ്ട്, പരസ്പരം കണ്ടുമുട്ടുന്നു, കഥകൾ പറയുന്നു. ഞാൻ കുറച്ചു നേരം റിച്ചാർഡ് ബാൻസന്റെ അടുത്ത് പോയിരിക്കുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. ഇന്ത്യയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, സഫാരി എന്ന് പറഞ്ഞൊരു ചാനലിലേക്ക് അദ്ദേഹം മരണവും ക്ഷണിക്കുന്നു, അദ്ദേഹം തിരക്കാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിടത്തുനിന്ന് ഒരാൾ മൈക്കെടുത്ത് സംസാരിച്ചു തുടങ്ങി. അയാൾ ഇൻഫോർമൽ പരിപാടികളൊക്കെ ഒരു കസേര വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറിന്നിട്ട് പറയുന്നു. പലരും എന്റെ അടുത്ത് ചോദിച്ചു, ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ അടിയിലെ ഈ ടൈലുകൾ എന്താണെന്ന്. അപ്പൊ അവിടെ സ്പേസ് ക്രാഫ്റ്റ് ഞങ്ങൾ നടക്കുന്നുണ്ട്, വലിയൊരു സ്പേസ് ക്രാഫ്റ്റാണ്, ഷട്ടിലാണ്. അപ്പൊ അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, വേണ്ടവരൊക്കെ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു, ഷൂട്ട് ചെയ്തു. ഇദ്ദേഹം ഓരോന്നും കാണിച്ചു കൊടുത്തു. നിങ്ങൾ കണ്ടില്ല ഇതിന്റെ അടി ചെതുമ്പൽ പോലെ ടൈൽ പൊട്ടിച്ചിരിക്കുന്നത്, ഈ ഷട്ടിന്റെ അടി ചെതുമ്പൽ പോലെ ടൈൽസ് ഉണ്ട്. ഇത്തരത്തിലുള്ള 1-2 ടൈൽസ് ഇറങ്ങിപ്പോയതാണ് കൽപ്പന ചൗളയൊക്കെ തിരിച്ചിറങ്ങുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞ് ഇതിന്റെ വിശേഷങ്ങൾ പറയാം. പൈലറ്റ് എവിടെ ഇരിക്കുന്നു, ലഗേജ് അവിടെ കയറ്റുന്നു, ചരക്ക് അവിടെ കയറ്റുന്നു, ഒക്കെ ഇതേ കാണിച്ചു തരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മ്യൂസിയത്തിലെ. അപ്പോ ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ വിട്ടുപോയി, പെട്ടെന്ന് മറന്നുപോയി. എന്റെ പേര് ഇന്നതാണ്. ഈ സ്പേസ് ഷട്ടിലിനെ 3 തവണ സ്പേസിൽ കൊണ്ടുപോയി, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന പൈലറ്റ് ഞാനാണ്. ഇയാളാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു കസേര വലിച്ചിട്ട് ഇതെങ്ങനെയാ പോകുന്നത്, എങ്ങനെയാ പറക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. ഇദ്ദേഹം റിച്ചാർഡ് ബാൻസിന്റെ ഒരു എംപ്ലോയിയാണ്. അതായത് ബഹിരാകാശ യാത്ര നിരവധി തവണ നടത്തിയ നാസയുടെ പൈലറ്റുമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം ചേർന്നാണ് ഈ റിച്ചാർഡ് ബാൻസിന്റെ നേതൃത്വത്തിൽ പരിപാടി നടക്കുന്നത്. അതായത് ഒരു 9ാം ക്ലാസ്സുകാരന്റെ നേതൃത്വത്തിൽ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വപ്നങ്ങൾ കാണാൻ, വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ നമുക്ക് ശ്രമിച്ചാൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ദിവസം മുഴുവൻ നിന്ന് വേണമെങ്കിൽ ഇത്ര ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. എത്രയോ ആളുകളെ ഞാൻ പരിചയപ്പെട്ട, ഞാൻ കണ്ടറിഞ്ഞ, അടുത്തറിഞ്ഞ ആളുകളെ മാത്രം എത്ര ആളുകളുടെ കഥകൾ. അപ്പോ ഞാനൊരു കാര്യം ഉറപ്പു തരുന്നു, നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ, നിങ്ങളൊന്ന് ഇച്ഛിച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ, ഒരു സംശയവും വേണ്ട അവിടെ എത്തിച്ചേരും. ഞാൻ എന്തെങ്കിലും അത്ഭുതം കാണിച്ച ഒരാളല്ല. ഞാൻ ചില വഴികളിലൂടെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു നോക്കി. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ടെലിവിഷൻ പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മാതാപിതാക്കളോട് പറയാതെ തിരുവനന്തപുരത്തേക്ക് പോവുകയും പഠിത്തത്തോടൊപ്പം തന്നെ ടെലിവിഷൻ പരിപാടി ആരംഭിക്കുന്നത്. അന്ന് അത്ര ക്രേസ് ആയിരുന്നു എനിക്ക് ടെലിവിഷനോട്. ആ ക്രേസ് ഞാൻ നിലനിർത്തിയാണ് ഇന്ന് സഫാരി എന്ന് പറയുന്ന ഒരു ചാനൽ പോലും ആരംഭിക്കാൻ കഴിഞ്ഞത്. അപ്പൊ എന്റെ ജീവിതം വലിയ അത്ഭുതമൊന്നുമല്ല, ഏത് സാധാരണക്കാരന് പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചിടത്തെല്ലാം എത്തിയെന്ന് അർത്ഥമില്ല. ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ തന്നെയായിരുന്നു. കാരണം സാധ്യമല്ല എന്ന് കരുതുന്നതൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ സ്വപ്നം കണ്ട ഏറ്റവും പ്രധാന സ്വപ്നങ്ങളിലേക്കൊക്കെ എനിക്ക് നടന്നെത്താൻ കഴിഞ്ഞു. അത് എന്റെ മിടുക്കല്ല, ഞാനൊരു പ്രതിഭയായിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിലെ നമ്മുടെ ഡോക്ടർ ആൻസി ജോസഫ് പറഞ്ഞു, എന്റെ പിതാവിനെ അറിയാം, എന്റെ മാതാവിനെ അറിയാം, എന്റെ സഹോദരങ്ങളെ പലരെ അറിയാം എന്നൊക്കെ. എന്റെ വീട്ടിലെ ഏറ്റവും കിഴങ്ങൻ ഞാനായിരുന്നു. സത്യം. ഞാൻ എന്തുകൊണ്ടാണ് 11ാം ക്ലാസ് പഠിക്കുമ്പോൾ ടെലിവിഷനിൽ പോകണം തീരുമാനിച്ചറിയോ? 11ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴേ അല്ലെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ചുറ്റും നോക്കൂലോ. അപ്പോ എന്തുകൊണ്ട് അവൻ മിടുമിടുക്കൻ, പഠിക്കാൻ മിടുക്കൻ, കാണാൻ നല്ല സുന്ദരൻ, ചുളൻ. എന്റെ നല്ല പേഴ്സണാലിറ്റി, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, എവിടെ ചെന്നാലും പുള്ളി അവിടെ ഒരു സ്ഥാനം നേടാൻ മിടുക്കൻ. എന്റെ അമ്മ നല്ല അധ്യാപിക, സഹോദരിമാർ മറ്റു കഴിവുകളിലൊക്കെ പഠിക്കാനൊക്കെ മിടുമിടുക്കൻ. ഞാൻ മാത്രം ഒരു ശരാശരിക്കാരൻ. ഞാൻ തീരുമാനിച്ചു എങ്ങനെ ഇരിക്കുന്നു മലയാളം ഒന്ന് കാണാൻ. ശ്രീനിവാസനെ പറയുന്ന പോലെ കാണാനും വലിയ ഗുണമില്ല, മിടുക്കുമില്ല, എങ്ങനെ രക്ഷപ്പെടും? അവിടെ ഞാൻ എന്റെ ഒരു മേഖല എന്ന് ചിന്തിച്ചു തുടങ്ങി. എനിക്ക് എവിടെ എന്റെ അപ്പൻ ഒരിക്കലും കൈവെക്കാത്തടത്ത്, എന്റെ സഹോദരൻ ഒരിക്കലും കൈവെക്കാത്തടത്ത്, അവരുമായിട്ട് ഒരിക്കലും മത്സരം ഉണ്ടാക്കാത്തടത്ത് എനിക്ക് വിജയിച്ചു കയറാൻ കഴിയുന്ന ഉറപ്പുള്ള ഏത് മേഖലയുണ്ട്. അങ്ങനെ ഞാൻ ടെലിവിഷൻ തിരഞ്ഞെടുത്തായിരുന്നു. പിന്നീട് ആ മേഖലയോട് വളരുകയായിരുന്നു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ ഒരു വീട്ടിലെ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരുത്തന് ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം എവിടെയെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുള്ളൂ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുക, നിരന്തരം ആഗ്രഹിക്കുക, നിരന്തരം സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഞങ്ങളൊക്കെ ഉണ്ട്. കൂടെ നിങ്ങളുടെ അധ്യാപകരുണ്ട്, സമൂഹമുണ്ട്, MLA പോലുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പളത്തിക്കലിനെ പോലുള്ള ആളുകളുണ്ട്. എല്ലാ ആളുകളുടെയും പിന്തുണയുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരായി നാളെ വർഷങ്ങൾക്ക് ശേഷം എനിക്കറിയാം ഈ അമൽജ്യോതി കോളേജിന്റെ ഈ മൈതാനത്ത് ഇതിനേക്കാൾ പ്രൗഢമായ വേദികൾ ഒരുങ്ങും. ആ വേദികളിൽ
ഈ നടുത്തിലെ കസേര മാറ്റിവെക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി. അവിടെ ഒരാശംസ പ്രസംഗം അർപ്പിക്കാൻ ചിലപ്പോ ഞാനും വരാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കട്ടെ, ഇതൊരു വലിയ വിജയമായി മാറട്ടെ. നിങ്ങളിൽ നൊബേൽ പ്രൈസ് ജേതാക്കളും ഓസ്കർ അവാർഡ് ജേതാക്കളും ഒളിമ്പിക് മെഡൽ ജേതാക്കളും, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല, ഒക്കെയായ പ്രതിഭകൾ ഈ നാടിന്റെ അഭിമാനങ്ങളായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും കൂടെ ഉണ്ടാവട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഇവരെ ഒരുക്കുന്ന അധ്യാപകർക്ക്, ഹെഡ് മാസ്റ്റർമാർക്ക്, മാതാപിതാക്കൾക്ക് ഒക്കെ ഞാൻ എല്ലാ അഭിവാദ്യവും നേർന്നുകൊണ്ട് നിർത്തട്ടെ.